എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ആദ്യം തന്നെ പുതുവത്സരാശംസകൾ അറിയിക്കുകയാണ്. എല്ലാവർക്കും വിഷ് ഹാപ്പി ന്യൂ ഇയർ. 1-ാം തീയതിയാണ്. അപ്പം 1-ാം തീയതി തന്നെ ഒരു വീഡിയോ കിടക്കട്ടെ എന്നങ്ങ് വിചാരിച്ചു. അപ്പം ന്യൂ ഇയറിൻ്റെത് മാത്രമായിട്ടല്ല, അപ്പോൾ ഇനി നമ്മുടെ ക്രിസ്മസിൻ്റെ സീസൺ ഏകദേശം ഓവറായിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മുടെ നെക്സ്റ്റ് സീസണാണ് ഈദ് സീസൺ. അപ്പോൾ എന്താ പറയുന്നത്, നമ്മൾ കുറച്ചുകൂടെ നേരത്തെ സീസൺ അനുസരിച്ചുള്ള ഐറ്റംസ് ഇറക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഇന്ന് മുതലുള്ള എല്ലാ വീഡിയോയും ഈദ് സ്പെഷ്യലായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് 320 കളക്ഷൻസാണ്. രാഹുൽ ടെക്സോബ്രിൻ്റെ അൺമോൾ ക്വാളിറ്റിയിൽ വരുന്ന 320 കട്ടിൻ്റെ ഐറ്റംസാണ് കേട്ടോ. അപ്പോൾ എന്താ പറയുക, കുറച്ച് സമയമായിട്ട് 320 ഇച്ചിരി ഷോർട്ടായി പോയി. അപ്പോൾ അദ്ദേഹം അടുത്ത ഐറ്റം വന്നിട്ടുണ്ടായിരുന്നു, നമ്മൾ ഓർഡർ ചെയ്ത ഐറ്റം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് പറയാനാണെങ്കിൽ 320 കട്ടാണ്. റേറ്റ് വരുന്നത് 160 പ്ലസ് GST ആണ്. മിനിമം എടുക്കേണ്ട ക്വാണ്ടിറ്റി 10 പീസാണ്. അതെന്താണ് ഒന്നുകൂടെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പലരും കഴിഞ്ഞ ദിവസം മെസ്സേജ് ചെയ്തിട്ട് ചോദിച്ചു 3 കിട്ടും 5 കിട്ടുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തോ ആരോ സ്കിപ്പ് ചെയ്ത് കണ്ടാറാണ് അങ്ങനെ കുറേ പേര് ചോദിച്ചത്. അപ്പോൾ അതുകൊണ്ട് ക്ലിയർ ആയിട്ട് പറയുകയാണ്, മിനിമം ക്വാണ്ടിറ്റി 10 10ൻ്റെ മുകളിലേക്ക് എടുത്താൽ മാത്രമാണ് ഹോൾസെയിൽ റേറ്റിൽ കിട്ടുള്ളൂ. അതിൽ താഴെ കിട്ടില്ല. ആരും ഹോൾസെയിൽ നമ്പറിൽ വന്നിട്ട് റീറ്റെയിലിൽ കിട്ടുമോ എന്ന് ചോദിക്കുകയും ചെയ്യരുത്. അപ്പോൾ റീറ്റെയിൽ റേറ്റ് വരുന്നത് ഇതിൻ്റെ 240 രൂപയാണ് കേട്ടോ. അപ്പോൾ ഒരു പീസായിട്ട് നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം റീറ്റെയിലിന് വേണ്ടിയിട്ട്. ഹോൾസെയിലിൽ മിനിമം 10 പീസ്. നമ്മുടെ ഷോപ്പ് ലൊക്കേഷൻ വരുന്നത് മൂവാറ്റുപുഴയാണ്. നേരിട്ടൊന്ന് പർച്ചേസ് ചെയ്യേണ്ടവർക്ക് നേരിട്ടൊന്ന് പർച്ചേസ് ചെയ്യാം. വർക്കിംഗ് ടൈം വരുന്നത് രാവിലെ 9:30 മുതൽ വൈകുന്നേരം 5:30 വരെയാണ്. തിങ്കൾ മുതൽ ശനി വരെ നമ്മുടെ വർക്കിംഗ് ഡേയ്സ് ആണ്. പിന്നെ ദൂരെ നിന്നൊക്കെ വന്നവരൊന്ന് വിളിച്ചിട്ട് വരിക. ഞായറാഴ്ച നമ്മൾ വർക്കിംഗ് അല്ല കേട്ടോ, ഞായറാഴ്ച നമ്മൾ ഓഫായിരിക്കും. പിന്നെ ഇത് കാണിക്കുന്ന മിക്സ് ആൻഡ് മാച്ചാണ്. അതിനകത്ത് മിക്സ് ആൻഡ് മാച്ചൊക്കെ ഒരുമിച്ച് എടുക്കണം കേട്ടോ. ഇപ്പോൾ പിന്നെ ആരും സ്ക്രീൻഷോട്ട് എടുക്കുമൊന്നും വേണ്ട. സ്ക്രീൻഷോട്ട് എടുക്കുന്നത് കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് ഇത് ജസ്റ്റ് ആ വാട്സാപ്പിൽ നിന്ന് നമ്പറിൽ മെസ്സേജ് അയച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഫോട്ടോസ് കിട്ടും. അതിനകത്ത് ഇഷ്ടമുള്ള ഡിസൈൻസ് റിട്ടേൺ അയച്ചു കൊടുത്താൽ മാത്രം മതി. പിന്നെ ഈ മെറ്റീരിയൽ മാത്രമല്ല നമുക്ക് സ്റ്റോക്ക് ഉള്ളത്. അജ്രക്ക് നമുക്ക് സ്റ്റോക്ക് ഉണ്ട്, നൈറ്റി വിത്ത് ഷാൾ സ്റ്റോക്ക് ഉണ്ട്, 290 മെറ്റീരിയൽസ് സ്റ്റോക്ക് ഉണ്ട്, അണ്ടർസ്കിഡ് സ്റ്റോക്ക് ഉണ്ട്. പിന്നെ കോട്ടൺ ഷാൾ ചോദിച്ചവർക്ക് ഷോൾ വരാനുണ്ട്. ഒരു 5-6 ദിവസത്തിനുള്ളിൽ അത് റീച്ച് ആവും. അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ നമ്മൾ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, പിന്നെ അടുത്ത സീസൺ മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള വീഡിയോസ് ആയിരിക്കും നമ്മൾ വരാൻ പോകുന്നത്. ഓൾ ഇന്ത്യ ലെവൽ ഷിപ്പിങ്ങും കാര്യങ്ങളെല്ലാം അവൈലബിൾ ആണ് കേട്ടോ. ഇന്ത്യ പോസ്റ്റ്, കൊറിയർ, പാഴ്സൽ സർവീസ്, ഇത് 3 വഴിയാണ് നമ്മൾ മെറ്റീരിയൽസ് ഇവിടെ നിന്ന് ഡിസ്പാച്ച് ചെയ്യുന്നത്. ക്യാഷ് ഓൺ ഡെലിവറി എന്ന് പറഞ്ഞ ഓപ്ഷൻ നമുക്കില്ല. നിങ്ങൾ പേയ്മെൻറ്റ് എങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ ഒരു ഐറ്റം സെലക്ട് ചെയ്തു, അത് കഴിഞ്ഞാൽ അതിൻ്റെ ഒപ്പം തന്നെ അഡ്രസ്സ് അയക്കുക, വിത്ത് പിൻകോഡ് അയക്കണം. പിൻകോഡ് അയക്കാൻ ഇപ്പോഴും ആളുകൾ മറന്നു പോകുന്നുണ്ട്. അത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ നിന്നൊരു സെയിൽ ഓർഡർ കിട്ടും. അതിൻ്റെ മുന്നേ ആയിട്ട് ഇന്ത്യ പോസ്റ്റാണോ കൊറിയറാണോ എന്നുള്ളതൊന്ന് മെൻഷൻ ചെയ്യണം. സെയിൽ ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗൂഗിൾ പേ അല്ലെങ്കിൽ അക്കൗണ്ട് ട്രാൻസ്ഫർ ഇതുവഴി നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാം. പിന്നെ ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു ഓർഡർ നിങ്ങൾ ഇത് ചെയ്തു, അതായത് കൺഫേം ചെയ്തു, പേയ്മെൻറ്റ് കഴിഞ്ഞു, നമ്മളത് പാക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ അതിനകത്ത് മാറ്റാൻ പറ്റുമോ എന്ന് ചോദിക്കരുത്. 1-2 പേരായി നമ്മുടെ അടുത്ത് ഇപ്പോൾ അങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് പറയുകയാണ്, അങ്ങനെ മാറ്റൽ നടപടിയാവില്ല. ബില്ല് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് നമുക്ക് മാറ്റാൻ പറ്റില്ല. പിന്നെ ഒരു ലോട്ടിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡിസൈൻസ് മാറ്റി വയ്ക്കണം എന്നുണ്ടെങ്കിൽ അത് നമ്മൾ മാറ്റി വയ്ക്കാം. അപ്പോൾ അതിന് മിനിമം ഒരു 10 പീസ് എന്നുള്ള ക്വാണ്ടിറ്റി നിങ്ങൾ എടുത്ത് പറയണം, എന്നാൽ മാത്രമേ മാറ്റി വയ്ക്കുള്ളൂ. അതിൽ കുറച്ചുള്ള ക്വാണ്ടിറ്റി ഒന്നും മാറ്റി വയ്ക്കില്ല. അതിൻ്റെ പേയ്മെൻറ്റ് ചെയ്യണം. പേയ്മെൻറ്റ് ചെയ്യാതെയും അത് മാറ്റി വയ്ക്കില്ല കേട്ടോ. 10 പീസ് എന്നുള്ള ക്വാണ്ടിറ്റി മിനിമം ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ബിസിനസ് സീരിയസ് ആയിട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ ഏറ്റവും കുറഞ്ഞ 25 പീസെങ്കിലും എടുക്കാൻ നോക്കണം. 25 പീസിൽ എടുക്കുമ്പോൾ എന്താ മെച്ചമെന്ന് വെച്ച് കഴിഞ്ഞാൽ, കൊറിയർ ചാർജിൽ ഒരുപാട് കുറവുണ്ടാവും. പിന്നെ നല്ല രീതിക്ക് ബിസിനസ് ചെയ്യുന്നവരാണ്, ഷോപ്പൊക്കെ നടത്തുന്നവരാണെങ്കിൽ എന്തായാലും പാഴ്സൽ സർവീസ് തന്നെ കൺസിഡർ ചെയ്യാം കേട്ടോ. പിന്നെ നമുക്ക് ഐറ്റം അയക്കുമ്പം ഷോപ്പ് നടത്തുന്നവരാണെങ്കിൽ ഷോപ്പിൻ്റെ അഡ്രസ്സ് വരുവാണെങ്കിൽ അവരവിടെ ഡെലിവറി ഉണ്ടാവും. ഷോപ്പിൽ കൊണ്ട് ഡെലിവറി തരും എന്നുള്ളതാണ് നമ്മൾ കോൺട്രാക്റ്റ് ആയിട്ടുള്ള ഇത്, കൊറിയറായിട്ടുള്ളൊരു കോൺട്രാക്റ്റ്. അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ ഷോപ്പിൻ്റെ അഡ്രസ്സ് തരാൻ മാക്സിമം ശ്രമിക്കും. പിന്നെ എല്ലാവരുടെയും ഒരു തെറ്റിദ്ധാരണ, ഇപ്പോൾ നമ്മൾ വീഡിയോ ഇടുമ്പോൾ വീഡിയോയിലുള്ളത് മാത്രമായിരിക്കും സ്റ്റോക്ക് എന്നാണ്. അപ്പം അങ്ങനെയില്ല. ഇപ്പം നിങ്ങൾക്ക് എന്ത് ഐറ്റം നമ്മൾ മുമ്പ് പറഞ്ഞ എന്ത് ഐറ്റം വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾ ജസ്റ്റ് ആ വാട്സാപ്പിൻ്റെ നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി. അതിനകത്ത് മെസ്സേജ് അയച്ച് ഇന്ന ഐറ്റം വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾക്ക് അതിൻ്റെ ഫോട്ടോ കിട്ടും. ഒരു 10 മിനിറ്റിൻ്റെ താമസം ഉണ്ടാകും. ഫോട്ടോ കിട്ടിക്കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾ ഒരുപാട് ലേറ്റ് ആക്കരുത്. പെട്ടെന്ന് തന്നെ ഐറ്റത്തിൻ്റെ ഫോട്ടോ റിട്ടേൺ അയച്ചു കൊടുക്കുക, അഡ്രസ്സ് അയച്ചു കൊടുക്കുക, ഐറ്റം ഇത് ചെയ്യുക കേട്ടോ, കൺഫേം ചെയ്യുക. പിന്നെ മെറ്റീരിയൽ എന്തെങ്കിലും തരത്തിലുള്ള ഡാമേജോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ റിട്ടേൺ എടുക്കാം. എല്ലാ മെറ്റീരിയലും നമുക്ക് തുറന്ന് നോക്കിയിട്ട് അയക്കാൻ പറ്റില്ല. അപ്പം എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ നമ്മളത് റിട്ടേൺ എടുക്കും. അതിനോരം വേറെ മെറ്റീരിയൽ വരും. അതിനൊന്നും യാതൊരുവിധ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലെ ഡിസൈൻസും കാര്യങ്ങളും, നിങ്ങളുടെ പറയാനുള്ള കാര്യങ്ങളെല്ലാം. അപ്പോൾ എല്ലാവർക്കും എല്ലാ ഡിസൈൻസൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. മിക്സ് ആൻഡ് മാച്ചൊക്കെ അടിപൊളി ഡിസൈൻസാണ്. അപ്പോൾ എല്ലാവരും നല്ല ഡിസൈൻസൊക്കെ വരുമ്പോൾ മാക്സിമം പർച്ചേസ് ചെയ്യാൻ നോക്കുക. പുതിയ ഡിസൈൻസും കുറേ കളക്ഷൻസൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.